ലോകാ സമസ്ത സുഖിനോ ഭവന്തു. മലനാട് ടിവി, എ നാഷണൽ മീഡിയ ഫോർ സോഷ്യൽ ജസ്റ്റിസ്. ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിൽ ആദ്യമായി സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട് രാഷ്ട്ര പുനർനിർമ്മാണം മാധ്യമത്തിലൂടെ എന്ന ആപ്തവാക്യവുമായി ഉടലെടുത്ത ഒരു മാധ്യമം അതിന്റെ 10ാം വയസ്സ് കടന്ന് ജൈത്രയാത്ര തുടരുകയാണ്. പിന്നിട്ട ഒരു ദശവത്സരക്കാലത്തെ മാധ്യമ ഇടപെടലുകളുടെ ചരിത്ര വിജയങ്ങൾ ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിലെ രചിതരേഖകളാവുകയാണ്. 50ലധികം ഭവനരഹിതർക്ക് കെട്ടുറപ്പുള്ള ഭവനങ്ങൾ. ചില ആളുകൾ നിമിത്തം നമ്മുടെ നാട്ടിന് ഒരുപാട് നന്മകൾ എത്തിച്ചേരലുണ്ട്. അതിലൊരാളാണ് മലനാട് ചാനൽ ചെയർമാൻ ബഹുമാനപ്പെട്ട ജയശേട്ടനും സഹപ്രവർത്തകരും. അവരാണ് ഇന്ന് ഇവിടെ 42 വീടിൻ്റെ വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാർ. രാജ്യത്തെ അംഗനവാടി ടീച്ചർമാരുടെ വേതനം ഗണ്യമായി ഉയർത്തുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉടനടി തയ്യാറായത്, 4 പതിറ്റാണ്ടുകൾക്ക് ശേഷമുള്ള അച്ചൻകോവിൽ അലിമുക്ക് റോഡിന്റെ ശാപമോക്ഷം, സോമാലിയൻ കടൽ കൊള്ളക്കാർ 1 വർഷക്കാലം തടവിലാക്കിയ ഇന്ത്യൻ കപ്പൽ തൊഴിലാളികളുടെ മോചനം, കെനിയൻ ജയിലിൽ നിന്നും പത്തനാപുരം സ്വദേശിയുടെ മോചനം തുടങ്ങി ഒട്ടനവധി ജീവകാരുണ്യ മനുഷ്യാവകാശ ദേശീയോദ്ഗ്രഥന പ്രവർത്തനങ്ങൾ, ആദിവാസി ക്ഷേമ പ്രവർത്തനങ്ങൾ, ചികിത്സാ പഠന സഹായങ്ങൾ എന്നിവ മലനാട് ടിവി ഇന്ത്യയുടെ മാധ്യമ ഇടപെടലുകളും അവയുടെ പരിണത ഫലങ്ങളുമാണ്. ഞാൻ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന സമയത്ത് ഞങ്ങളെ സഹായിക്കുവാൻ അവിടെ എത്തിച്ചേർന്നത് മലനാട് ചാനലുകാരാണ്. പ്രിയപ്പെട്ട ജയേഷിന് നേതൃത്വമുള്ള സംഘം ആ പ്രദേശത്ത് വരികയും ആ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും ഞങ്ങളോടൊപ്പം സഹകരിക്കുകയും അതോടൊപ്പം തന്നെ ഈ വിഷയങ്ങൾ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും അധികാരികളുടെ കണ്ണ് തുറപ്പിക്കുവാൻ കഴിഞ്ഞതും മലനാട് ചാനലിൻ്റെ പ്രവർത്തനങ്ങളാണ്. സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അധികാരികളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ ഇവിടെ മലനാട് ടിവി വിജയിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥ ജേർണലിസം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ജേർണലിസത്തിൻ്റെ ആ രീതി തന്നെ വഴി തന്നെ മാറിപ്പോയി. അതിനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ ഉള്ള ഒരവസരമായിട്ട് മലനാട് ടിവി മുൻകൈ എടുത്തത് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ഒരു കോളേജ് കൊണ്ടുവരുന്നെങ്കിൽ നല്ലതാണ്. ഇതൊരു വ്യത്യസ്തമായ ടി വിയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും വാർത്തകൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്ന 2 ജോലിയും ഏറ്റവും ഭംഗിയായി കൃത്യമായി നിർവഹിക്കുന്ന ഒരു ചാനലാണ്. സാമൂഹ്യ പ്രസക്തമായ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയും. കെനിയൻ ജയിലിൽ മോചനം പ്രതീക്ഷിച്ച് കിടന്ന പ്രവീൺ പ്രഭാകരൻ എന്ന് പറയുന്ന ഒരു യുവാവിനെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി മലനാട് ടിവി നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളാണ് അത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ എംബസി അധികൃതരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ യുവാവിനെ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞത് സത്യത്തിൽ മലനാട് ടിവി നടത്തിയ നിരന്തരമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. എനിക്കൊന്നും പണിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല. എൻ്റെ മോനാണ് 31 വയസ്സായി, കടപ്പ് രോഗിയാണ്. എല്ലാം ചെയ്തു കൊടുക്കണം മോന്. ആരുമില്ല സഹായത്തിന്. ഈ പറയുന്ന ഇടുക്കിയിലെ എൻഡോസൾഫാൻ മാത്രമല്ല, കേരളത്തിൽ കഴിക്കുന്ന ഭക്ഷണത്തിലും കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും ശുദ്ധതയുണ്ടെന്ന് ഉറപ്പുവരുത്തുവാൻ കേരളവും കേന്ദ്രവും ഭരിക്കുന്നവർക്ക് ഉറപ്പുണ്ടാകണം. സെൻസെക്സ് 1 പോയിന്റ് വർദ്ധിക്കുന്നത് വാർത്തയാവുകയും തെരുവിലൊരുത്തം പട്ടിണി കിടന്ന് മരിക്കുന്നത് വാർത്തയല്ലാതാവുകയും ചെയ്യുമ്പോഴാണ് അതാണ് യഥാർത്ഥത്തെ ഫാസിസം. I could experience the variety of enriching experiences and sharing from the manifold fields of our society and our life. അത് തന്നെ ഒരു വലിയ ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു വലിയ ലെക്ചർ നമ്മൾ UN-ലൊക്കെ പോയിരുന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു മലനാട് ടിവി ഇന്ന് ഇവിടെ ചെയ്തത്. മാധ്യമത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കേരളീയ നവോത്ഥാനത്തിന് ഒരു പുത്തൻ നവോത്ഥാന രീതിയെ നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് ഉണർത്തിക്കൊണ്ടുവരാൻ മലനാട് ടിവി ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷകരമായ കാര്യം ആയിത്തീരുന്നുണ്ട്. ഇത് നെടുനാൾ കൊണ്ടു നടക്കാൻ അങ്ങയുടെ ചാനലിന് ഇതിന് കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യാൻ എന്തിന് ഇംഗ്ലീഷ് പറയും, ഇതിന് ഉള്ളടക്കം നൽകാൻ ജയേഷിന്റെയും സജിയുടെയും സംവിധാനത്തിനും ദീർഘകാലം സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. സമൂഹത്തിൽ അനീതിക്കെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുന്ന, പാവപ്പെട്ടവരും വിഷമിക്കുന്നവരുമായ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ നമ്മെ വിളിക്കുന്ന, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെയും കടമകളെയും ശക്തമായി ഓർമ്മിപ്പിക്കുന്ന വളരെ ഫലപ്രദമായൊരു ഇടപെടലാണ്
കേരളത്തിലെ വിവിധ രംഗങ്ങളിൽ പ്രധാനപ്പെട്ടവരുടെ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് നാം ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ഇവർ കടത്തിവിട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് അഭിമാനത്തോടുകൂടി ഓർക്കേണ്ട കാര്യമാണെന്നുള്ളതിൽ ഒരു സംശയമില്ല. ആ യഥാർത്ഥ മാധ്യമധർമ്മം പോലും അതിൻ്റെ പോലും നന്മ നഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്, വളരെ പ്രയാസപ്പെട്ട് ഉയർത്തിപ്പിടിക്കുന്നത് സമൂഹം ആഗ്രഹിക്കുന്ന നന്മയാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വിലപ്പെട്ട സേവനമായി ഇതിനെ കരുതുന്നു. പല ചാനലുകളും റേറ്റിങ്ങിന് വേണ്ടിയിട്ട് മത്സരിക്കുമ്പോൾ ഇവർ ചെയ്യുന്നത് നന്മയുടെ റേറ്റിങ്ങിന് വേണ്ടി മത്സരിക്കുകയാണെന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല. I have seen lot of programs and attended lot of TV channels. Always they'll be commercial, but this is the first time ever in the world I'm seeing the first Malanadu NGO channel who are doing lot of social service activities. It's really commendable, remarkable, I can say. ഈ മീഡിയയുടെ മൗനം എന്ന് പറയുന്നത് ഡീപ്പ് സ്ലംബർ, അതിൽ നിന്ന് അവർ ഉണരണം. ഉണർന്നില്ലെങ്കിൽ ഈ നാട്ടിലെ ജനാധിപത്യം മരവിച്ചു പോകും, മരിച്ചു പോകും. ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിൽ ആദ്യമായി ജീവകാരുണ്യത്തിനും പ്രകൃതി സംരക്ഷണത്തിനുമായി ഒരു കൂട്ടം സുമനസ്സുകൾ ഒരുമിക്കുന്നു. ഹരിതാഭയാർന്ന സമൃദ്ധമായ ഒരു പ്രകൃതി ഇനി വരും തലമുറയ്ക്കായി വാസയോഗ്യമാകാൻ നാം ഒന്നിക്കണമെന്ന സത്യത്തോടുകൂടി ഹൃദയവിശുദ്ധിയുടെ ഹരിതാഭയുമായി ഇതാ ആദ്യ ജീവകാരുണ്യ വാർത്താ ചാനൽ നിങ്ങളിലേക്ക് എത്തുകയാണ്. മലനാട് TV, voice of people, choice of people. Malana TV, always with people. Our relentless effort continues. ദൈവങ്ങൾ മനുഷ്യരായി അവതാരം അവരുടെ കാഴ്ചയാണ് ഈ മലനാട്. നോവും മനസ്സിനമൃതാവാൻ വിടറി വീഴവേ താങ്ങാവാൻ മൗനമുറയവേ വാക്കാവാൻ തീയലയടിച്ചാർക്കും കടലാവാൻ. മലനാട് TV.com ലോക മലയാളിയുടെ കുടുംബ ചാനൽ.